വൈക്കം നഗരസഭ കായലോര ബീച്ചിൽ നിർമ്മിച്ച ശുചിമുറി പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. കായലോരത്ത് സത്യാഗ്രഹ സ്മൃതി ശില്പ ഉദ്യാനത്തിന് സമീപത്ത് നിർമ്മിച്ച ശുചിമുറി ബീച്ചിലെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ചായിരുന്നു സമരം. CPM ഏരിയ സെക്രട്ടറി P. ശശിധരൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വൈക്കം കായലോര ബീച്ചിൽ നഗരസഭ നിർമ്മിച്ച ശുചിമുറി ബീച്ചിലെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. കായലോരത്ത് സത്യാഗ്രഹ സ്മൃതി ശില്പ ഉദ്യാനത്തിന് സമീപത്ത് ശുചിമുറി നിർമ്മിച്ചിരിക്കുന്നത് ബീച്ചിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുമെന്നും ശുചിമുറി പൊളിച്ചു നീക്കണമെന്നും CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. CPM ഏരിയ സെക്രട്ടറി P. ശശിധരൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇത് സംരക്ഷിക്കേണ്ട ബാധ്യത വൈക്കത്തെ മുഴുവൻ മനുഷ്യ സ്നേഹികളും ഉള്ളതാണ്. മനുഷ്യ നിർമ്മിതമാണ് ഈ ബീച്ച്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഓട്ടോമാറ്റിക്കായിട്ട് കായൽ കയറിയും കടൽ കയറിയും ബീച്ചാകും. കുറെ കയറിയുമ്പോൾ കടൽ തന്നെ ആ ബീച്ച് എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണ്. ഈ ബീച്ച് സംരക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ ടോയ്ലറ്റ് ബ്ലോക്ക് പണിയണമെന്നും CPM-ന് അഭിപ്രായമില്ല. അത് എന്ത് ടോയ്ലറ്റ് ബ്ലോക്ക്? അത്യാധുനിക സൗകര്യങ്ങളുള്ള വലിയ ഫെസിലിറ്റിയുള്ള അമ്മയും കുഞ്ഞിനും മുലയൂട്ടാനുള്ള സംവിധാനങ്ങളുള്ള വസ്ത്രം മാറാൻ ടവർ ക്ലോക്ക്, അതുപോലെ വലിയ 50 ലക്ഷമോ 1 കോടി രൂപ മുടക്കി തെക്കേ അറ്റത്ത് ഒരു കുഞ്ഞു പോലും അറിയാത്തൊരു സ്ഥലത്ത് ടോയ്ലറ്റ് ബ്ലോക്ക് പണിതാൽ ആർക്കാ തടസ്സം? മനുഷ്യന്മാരാരെങ്കിലും പണിയോ? ഇവിടെയൊക്കെ വന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരാൻ പോകുന്നു. ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് 20 കോടി രൂപയാണ് ഇവിടുത്തെ വികസനത്തിന് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതിൽ 2 കോടി രൂപ നഗരസഭയുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. M. സുജിൻ അധ്യക്ഷത വഹിച്ച സമരപരിപാടിയിൽ CP ജയരാജ്, PC അനിൽകുമാർ, നഗരസഭാ കൗൺസിലർ കവിത രാജേഷ്, അഡ്വക്കേറ്റ് A. മനാഫ്, സൗദാമിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് വൈക്കത്ത് ഈ ബീച്ചിൽ ഒരു ടോയ്ലറ്റ് നിർമ്മിക്കണമെന്ന് എല്ലാ വർഷവും പറയുകയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്ന മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാ വർഷവും കഴിഞ്ഞ പ്രാവശ്യവും 40 ലക്ഷം രൂപയാണ് അതിന് വകമാറ്റി വെച്ചിരുന്നത്. എങ്കിൽ പോലും ഇത് നടത്താനുള്ളൊരു ഇച്ഛാശക്തി ഉണ്ടാകുകയും മാത്രമല്ല, അത് ഇവിടെയല്ല പറഞ്ഞിരുന്നത്, ഏറ്റവും ഒഴിഞ്ഞ ഒരു കോണ് നോക്കി, അതായത് തെക്കേ സൈഡ് നോക്കി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ഒരു ടോയ്ലറ്റ് നിർമ്മിക്കണമെന്നാണ് കൗൺസിൽ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ കൊണ്ടുവച്ചിരിക്കുന്ന ടോയ്ലറ്റ് വൈക്കത്തഷ്ടമിയല്ല വടക്ക് പുറത്തുപാടിനോടനുബന്ധിച്ച് വൈക്കത്ത് അമ്പലത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ നഗരസഭ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ആരോ കൊണ്ടൊരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്നൊരിത് വന്നു. വൈക്കത്ത് ശുചിമുറികളൊന്നുമില്ല, അതിനുള്ള സൗകര്യങ്ങൾ നഗരസഭ ഒരുക്കിയിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വൈക്കത്ത് വടക്ക് പുറത്തുപാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കൊണ്ട് ഈ വൈക്കം ബീച്ചിലേക്ക് കയറി വരുന്ന ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഇത് കൗൺസിൽ പോലും അറിയാതാണ് ഇവിടെ കൊണ്ട് ഇത് വെച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വൈക്കം. സർജറി ഏതുമാകട്ടെ പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ തന്നെ ബെസ്റ്റ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, വേദനരഹിതമായ ശസ്ത്രക്രിയയിലൂടെ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ പാലാരിവട്ടം. മുട്ടുമാറ്റിവെക്കൽ, ലാപ്രോസ്കോപ്പിക് സർജറികളും കൂടാതെ സ്പെഷ്യൽ സർജറി പാക്കേജുകളിലായി ഫൈബ്രോയിഡ്, തൈറോയ്ഡ്, സർക്കംസിഷൻ, ഹെർണിയ തുടങ്ങിയവയ്ക്കുമായി ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ പാലാരിവട്ടം.